ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ജാതിയുടെ പേരിൽ മനുഷ്യനായി പോലും പരിഗണിക്കപ്പെടാതിരുന്ന ഒരു ബാലനായിരുന്നു ഭീംറാവ് രാംജി അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് സക്പാൽ എന്നായിരുന്നു. പിന്നീട് കൃഷ്ണാജി കേശവ് അംബേദ്കർ എന്ന അധ്യാപകനാണ് ആ പേര് മാറ്റിയത്. ജലവും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രതിരോധശേഷിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ്. ഡോക്ടർ അംബേദ്കറുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ മാത്രം വിജയകഥയായിരുന്നില്ല. അതൊരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ കഥയാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവേചനം അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം തളർന്നില്ല. പകരം വിദ്യാഭ്യാസം എന്ന ആയുധം ഉപയോഗിച്ച് അദ്ദേഹം അതിനെതിരെ പോരാടി. ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായി സ്കൂളിൽ പോയവരിൽ ഒരാളായി. പിന്നീട് എൽഫിൻസ്റ്റോൺ ഹൈസ്കൂളിൽ പഠിച്ച അദ്ദേഹം തുടർന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഉയർന്ന ബിരുദങ്ങൾ നേടി. അറിവിന് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. വിദ്യാഭ്യാസം വെറുമൊരു സൗകര്യം മാത്രമല്ല, അത് എല്ലാവരുടെയും അവകാശമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന നിലയിൽ തുല്യതയും നീതിയും നിയമത്തിൽ ഉറപ്പുവരുത്തുവാൻ അദ്ദേഹം പ്രവർത്തിച്ചു. തൊട്ടുകൂടായ്മ, അതായത് അൺടച്ചബിലിറ്റി, ഇല്ലാതാക്കുകയും മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്ത ഭരണഘടന അദ്ദേഹം രൂപീകരിച്ചു. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അദ്ദേഹം പോരാടി. ജാതി വിവേചനത്തിൽ നിരാശനായ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. ബാബാ സാഹിബിന്റെ ജീവിതം വെറുമൊരു ഓർമ്മപ്പെടുത്തലല്ല, അത് കെടാത്ത ഒരു തീജ്വാലയാണ്. ഇന്ന് ഡോക്ടർ അംബേദ്കറുടെ പൈതൃകം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സ്വപ്നം കാണുന്നവർക്ക് ഒരു വെളിച്ചം പോലെ നിലനിൽക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നും വിദ്യാഭ്യാസം കൊണ്ട് അസമത്വം ഇല്ലാതാക്കാൻ കഴിയുമെന്നും നീതിക്ക് വേണ്ടി പോരാടുന്നത് എപ്പോഴും വിലപ്പെട്ടതാണ് എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിബന്ധങ്ങൾ എത്ര വലുതാണെങ്കിൽ പോലും ഓരോരുത്തരുടെയും അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒരേ മനസ്സോടെ മുന്നേറാം. അതാണ് ബാബാ സാഹേബിനോടുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലി.